ഹായ് ഫ്രണ്ട്സ്, എന്നാൽ നമുക്കിന്ന് ദൃശ്യം 3 കാണാൻ പോയാലോ എന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അവൾ തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്തു. പിന്നെ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇല്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ടൗണിലെ ബ്ലോക്കിൽ ഒരു 5-10 മിനിറ്റ് അങ്ങനെ കിടന്ന് അങ്ങനെ 11:15 തുടങ്ങുന്ന ഷോയ്ക്ക് ഞാൻ ഏകദേശം 11:10 പിന്നെ ഭാഗ്യവശാൽ അവൾ എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല. അവളൊരു പാവായതുകൊണ്ട് വഴക്കൊന്നും കേൾക്കേണ്ടി വന്നില്ല. പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടേക്കൊന്ന് അങ്ങനെ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി. ദൃശ്യം 1ഉം 2 ഒക്കെ കണ്ടതിൻ്റെ ഒരു ബേസിൽ വെച്ചിട്ട് നമ്മളൊരു കൂടുതൽ എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് ഈ സിനിമ കാണാൻ വന്നത്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എന്റെ കുടുംബം. പക്ഷെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗിങ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോറടിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലിന് ഞങ്ങളൊരു പോപ്കോണൊക്കെ വാങ്ങി ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ കുറച്ച് സെൽഫീസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ എവിടെ പോയാലും നിർബന്ധമുള്ള മിറർ സെൽഫി, പിന്നെ കുറച്ച് വീഡിയോസ്. ഇത് നമുക്ക് എവിടെ ചെന്നാലും മസ്റ്റാണല്ലോ. അങ്ങനെ സിനിമ നമ്മുടെ എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് നമ്മളെ നിരാശപ്പെടുത്തി. ദൃശ്യം 1ലും 2ലും നമ്മൾ കണ്ട ജോർജ് കുട്ടിയിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ഹീറോ മാസ് പരിവേഷമുള്ള ഒരു ജോർജ് കുട്ടീനെയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. പിന്നെ മകളെ ഇരയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ജോർജ് കുട്ടി സ്വന്തം മകളെ തന്നെ ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സിനിമയെക്കുറിച്ചുള്ള ഓരോ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ നേരെ ഗ്രാൻഡ് മാളിലോട്ട് പോയി. സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ഏകദേശം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാൾ ക്ഷണം കിട്ടുന്നത് കുറേ കടന്നു തിരുന്നുണ്ടെന്ന് കുറേ വാങ്ങി നോക്കുന്നുണ്ടെന്ന് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഗ്രാൻഡ് മാളിലെ ആശീർവാദ് തിയേറ്റേഴ്സിലും അവിടെ സിനിമ ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് ഐസക് മെറിയിലായിരുന്നു. പിന്നെ പണ്ടേ എസ്കലേറ്റർ ഒരു പേടി സ്വപ്നമായ ഞാൻ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ട് ഒന്നും ശ്രമിക്കുന്നതിൻ്റെ രംഗമാണ് ഞങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിഷമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ പോയത് ക്ലബ് ഷവായിലോട്ടായിരുന്നു. ഏകദേശം 3 മണിയെങ്കിലും ആയിട്ടുണ്ടാവും. അങ്ങനെ വിഷമം തളർന്നിരിക്കുന്ന ടിക്കറ്റ് ഞങ്ങൾ രണ്ടാളും